So, dear students, once again, good evening. So, yes, your vacation has almost come to an end, right? Yes, tomorrow is the last day of your vacation. So, the schools are opening on Monday. Is it confirmed by the government? Monday തന്നെയാണോ തുറക്കുന്നത്? Notification Yes, കിട്ടിയോ? ma'am. Okay, Monday തന്നെ. And what about plus one? I Is it on June 18th നാണല്ലോ plus one അല്ലേ? yeah, Yes, yes. yes, ma'am. Okay. Okay. So, did you all apply for plus one and have you all got admissions? Plus one students ഇതിൽ എത്ര പേരുണ്ട്? ദിയ ഉണ്ട്, ആദില ഉണ്ട്, ഷബ്നം ഉണ്ട്. പിന്നെ എല്ലാവർക്കും അപ്ലൈ ചെയ്ത സ്കൂളിൽ തന്നെ കിട്ടിയിട്ടുണ്ടോ? മാം ട്രയൽ അലോട്ട്മെന്റ് വന്നിട്ടുള്ളൂ. ട്രയൽ വന്നു. ട്രയലിൽ വന്നാൽ പേടിക്കേണ്ട, ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്നോളും കേട്ടോ. നിങ്ങൾ കൊടുത്ത സ്കൂളിൽ തന്നെ കിട്ടിയിട്ടുണ്ടോ? കിട്ടി മാം. വെരി ഗുഡ്. ഓക്കെ. ആ നിങ്ങൾ കൊടുത്ത ഓക്കെ ഗുഡ്. നിങ്ങൾ കൊടുത്ത സ്കൂൾ ഇപ്പോ ഇവിടെ അടുത്തുള്ള സ്കൂളാണെങ്കിൽ ട്രയലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റിൽ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് എപ്പോഴും പറയുക. മിസ്സിനൊക്കെ അങ്ങനെയാണ്. മിസ്സാണ് ആദ്യമായിട്ട് മിസ്സിന്റെ സ്കൂളിൽ തന്നെ ഞാൻ അവിടെ തന്നെയാണ് പ്ലസ് വണ്ണിന് ജോയിൻ ചെയ്തത്, ബയോസയൻസിനാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ചെന്നൈയിൽ നിന്ന് ഇവിടെ കാലിക്കറ്റ് വരുന്നത് 7th സ്റ്റാൻഡേർഡിലാണ്. 7th മിഡിൽ നിന്നാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്. ഡാമോറിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാലിക്കറ്റിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും കാലിക്കറ്റിലാണെന്ന് അറിയാം. ഫേമസ് ആയിട്ടുള്ള സ്കൂളാണ്. അതൊരു സെമി ഗവൺമെന്റ് സ്കൂളാണ്, എയ്ഡഡ് സ്കൂളാണ് ആക്ച്വലി. അതായത് ഗവൺമെന്റ്, ടിപ്പിക്കലി ഗവൺമെന്റ് അല്ല, ബട്ട് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളാണ്. അപ്പോൾ ഞാൻ അവിടെ 3.5 years പഠിച്ചിട്ട് പ്ലസ് വൺ ഞാൻ വീണ്ടും അവിടെ തന്നെ അപ്ലൈ ചെയ്തു. എനിക്ക് ട്രയലിൽ കിട്ടി, പിന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിലും കിട്ടി. മിസ്സിന് പിന്നെ അന്ന് പെർസെന്റേജ് വെച്ചിട്ട് നോക്കിയപ്പോൾ മിസ്സിന് അന്ന് 97% ഉണ്ടായിരുന്നു. ടോട്ടലി 97% ആണ് 10th. അത് നിങ്ങൾക്ക് പെർസെന്റേജ് അറിയാൻ പറ്റും. അതായത് എ പ്ലസ് എന്ന് പറയുമ്പോൾ 9 points, എ 8 points, ബി പ്ലസ് 7 points അങ്ങനെയാണല്ലോ. അതല്ലാണ്ട് നിങ്ങൾക്ക് ഈ ട്രയൽ അലോട്ട്മെന്റിന് മുൻപ്, എനിക്ക് ഇപ്പൊ ആ സിസ്റ്റം ഉണ്ടോ എന്ന് അറിയില്ല. ഞാൻ പറയുന്നത് ഒരു 10 years ബാക്ക്, 2015 ഞാൻ SSLC പാസ്സായത്. അപ്പൊ ആ സമയത്തൊക്കെ WGPA എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ ഉണ്ടായിരുന്നു, വെയിറ്റേജ് ഗ്രേഡ് പോയിന്റ് ആവറേജ് എന്ന് പറഞ്ഞിട്ട്. WGPA ഇപ്പൊ അത് നിങ്ങൾക്ക് വിസിബിൾ ആവാറുണ്ടോ? നിങ്ങൾക്കത് ആരെങ്കിലും പറഞ്ഞോ അങ്ങനെ പെർസെന്റേജ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ? നോ പെർസെന്റേജ് മാം. ഇല്ല അല്ലെ? ഓക്കെ. അതായത് സാധാരണ നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ ഫുൾ എ പ്ലസ് എന്ന് പറയുമ്പോൾ നമ്മൾ 9 into 10 90% അങ്ങനെയാണ്. അതായത് 9 points കിട്ടിയാൽ എ പ്ലസ്, 8 points എ ആണെങ്കിൽ 8 points, ബി പ്ലസിന് 7, ബിന് 6, പിന്നെ സി പ്ലസിന് 5, അങ്ങനെ പോകും. അതാണ് അതിന്റെ ഓർഡർ. പക്ഷെ ഫുൾ എ പ്ലസ് കിട്ടിയ സ്റ്റുഡന്റിനെക്കാട്ടിലും മിസ്സിന് വന്നിട്ട് 9 A+ ആയിരുന്നു. ഞാൻ 10th കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് 9 A+ഉം മാത്സിൽ മിസ്സിന് എ ആയിപ്പോയി. അപ്പൊ മിസ്സിന് ആദ്യം ഭയങ്കര വിഷമമായി, അയ്യോ ഫുൾ A+ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. റീവാലുവേഷന് കൊടുത്തപ്പോഴും ചേഞ്ച് ഒന്നും വന്നില്ല, എ തന്നെയായിരുന്നു. ബട്ട് ലാസ്റ്റില് ഫൈനലി പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്ത ടൈമില് ഫുൾ A+ കിട്ടിയ കുട്ടീനെക്കാട്ടിലും എനിക്കായിരുന്നു പെർസെന്റേജ് കൂടുതൽ ഉണ്ടായിരുന്നത്. അതായത് 97% ആയിരുന്നു എനിക്ക്. ആ കുട്ടിക്ക് 95 സംതിങ് അങ്ങനെയായിരുന്നു ആ കുട്ടിയുടെ, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പൊ പറഞ്ഞു ഓക്കെ, നമ്മള് ഗ്രേഡ് അല്ല പെർസെന്റേജ് നോക്കിയിട്ടാണെങ്കിൽ സ്കൂൾ ടോപ്പർ ഇയാളാണ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് മിസ്സിന് ഞാൻ അന്നൊരു മെസ്സേജ് ഒക്കെ അയച്ചില്ലേ നിങ്ങൾക്ക്, സ്കൂൾ ടോപ്പർ ആയിട്ട് മിസ്സിനെ സെലക്ട് ചെയ്തു, ക്യാഷ് പ്രൈസ് ഒക്കെ കിട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അന്ന് ഞങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാന്ന് വെച്ചാല് ഒരു റൂൾ ഉണ്ട്. രാജാ ഫാമിലിയുടെ സ്കൂൾ ആയതുകൊണ്ട്, സാമൂതിരി രാജാവിന്റെ സ്കൂൾ ആയതുകൊണ്ട് എല്ലാ വർഷവും ഫുൾ A+ കിട്ടുന്ന ഒരു ബോയ്ക്കും ഒരു ഗേളിനും 10,000 rupees ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാനും പിന്നെ ഒരു ബോയും കൂടെ മാത്രമായിരുന്നു സ്കൂൾ ടോപ്പർ ആയിരുന്നത്. അപ്പൊ ആ സമയത്ത് എനിക്ക് അന്ന്, അതായത് 10 years ബാക്ക് 10,000 rupees എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ, എത്ര ഹ്യൂജ് എമൗണ്ട് ആണത് അല്ലെ? അപ്പൊ അതും 10,000 rupees ഒരു ട്രോഫിയും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് മുമ്പ് വേറൊരു പ്രൊഫിഷ്യൻസി അതിന്റെ പാർട്ടായിട്ട് ക്യാഷ് പ്രൈസുകൾ തന്നു. ഇതൊക്കെ നമുക്ക് ഗവൺമെന്റ് സ്കൂൾസിൽ എനിക്ക് തോന്നുന്നു 2,000 അങ്ങനെ 2,500 അങ്ങനെ എന്തോ വെച്ചിട്ട് സ്റ്റുഡൻസിന് കൊടുത്തു എന്ന് പറഞ്ഞു കേട്ടു. മിസ്സിന്റെ സ്കൂള് പക്ഷെ സെമി ഗവൺമെന്റ് ആണ്. അതായത് ഈ രാജാ ഫാമിലിന്റെ ആയതുകൊണ്ട് ഗവൺമെന്റ് എയ്ഡഡ് ആയിട്ടുള്ള സ്കൂളായിരുന്നു. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് അവർ ഇത്രയും വലിയൊരു എമൗണ്ട് ഒക്കെ അവർ അന്ന് തന്നെ സ്പോൺസർ ചെയ്യാൻ കാരണം. അത് അവർക്ക് കിട്ടുന്ന എന്താ പറയാ പ്രോഫിറ്റ് എന്ന്. ഓക്കെ, അവർക്ക് കിട്ടുന്ന ഒരു ഇയർത്തെ പ്രോഫിറ്റ് ആണ് അവർ നമുക്ക് സ്റ്റുഡൻസിന് അവര് ഒരു ഗിഫ്റ്റ് ആയിട്ട് തരുന്നത്. ഓക്കെ. സോ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ആയപ്പോ ആദ്യമായിട്ട് പ്ലസ് വണ്ണിന് ചേർന്നത് ഞാനായിരുന്നു ആ സ്കൂളിൽ. കാരണം ട്രയൽ അലോട്ട്മെന്റിൽ വന്നു,
പിന്നെ അപ്പൊ എല്ലാരും പറഞ്ഞു ഫസ്റ്റ് അലോട്ട്മെന്റിൽ എന്തായാലും കിട്ടും എന്ന് പറഞ്ഞു. ബിക്കോസ് എനിക്ക് വീടിന്ന് വളരെ അടുത്തുള്ള സ്കൂളാണത്. എന്റെ മദർ അതുപോലെ എന്റെ ഓൾമോസ്റ്റ് 2-3 വല്യമ്മമാരെല്ലാം സ്കൂളിൽ പഠിച്ചവരാണ്. അപ്പോ അവിടെ തന്നെ കിട്ടി. ഇപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അവിടെ തന്നെ വന്നു. ആൻഡ് ആദ്യമായിട്ട് ഫസ്റ്റ് ഇത് എന്താ പറയാ അഡ്മിഷൻ എടുത്തത് ഞാനും പിന്നെ എന്റെ തൊട്ട് ബാക്കിൽ എന്റെ ഫ്രണ്ടും ആയിരുന്നു, കമ്പ്യൂട്ടർ സയൻസിന് വേണ്ടിയിട്ട്. അപ്പൊ അതിപ്പോഴും ഒരു ഓർമ്മയാണ്. +1 അഡ്മിഷൻ എടുത്തത് ഇപ്പോഴും മൈൻഡിൽ ഭയങ്കര ഒരു മെമ്മറിയാണ്. ഓക്കെ, തിരിച്ച് സ്കൂളിൽ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ, ഇനി പറ്റില്ലല്ലോ അല്ലെ. ഇനിയിപ്പോ എന്ത് ചെയ്യാം, നിങ്ങളെ പോലെയുള്ള കുട്ടികളെ പഠിപ്പിക്കാം. ഓക്കെ, യെസ്. അപ്പൊ നമുക്കിന്ന് സ്ട്രെങ്ത് കുറച്ച് കുറവാണല്ലോ. മേ ബി റെയിൻസ് ആയതുകൊണ്ടായിരിക്കാം തോന്നുന്നു. എല്ലാ സ്ഥലത്തും റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും ഒക്കെയാണ്. സോ എല്ലാവരും സൂക്ഷിക്കുക. പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. സ്കൂളിൽ പോകാൻ തുടങ്ങിയാലും ബി കെയർഫുൾ. പിന്നെ കോവിഡിന്റെ കേസസ് വേറെ വന്നു. ഇന്ന് ഉച്ചയ്ക്ക് ന്യൂസിൽ പറയുന്നുണ്ട് കേരളത്തിലാണ് ഇപ്പൊ വീണ്ടും കോവിഡ്-19 കൊറോണ കേസസ് വന്നിട്ടുള്ളത്. സോ പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദാറ്റ്. അപ്പൊ ആ 3 കാര്യങ്ങൾ എപ്പോഴും പോലെ ആ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ്? സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യുക. യെസ്. ഹാൻഡ്സ് ഫ്രീക്വന്റ്ലി വാഷ് ചെയ്യുക. ലാസ്റ്റ് വൺ എന്താണ്? മാസ്ക്. മാസ്ക് യൂസ് ചെയ്യുക. അതെ. അപ്പൊ നിങ്ങൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഫ്രണ്ട്സിന്റെ ഇടയിൽ നിങ്ങൾ ഇടയ്ക്കൊന്ന് പോയി ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. ഫ്രണ്ട്സ് ആണ് അറിയാം. പക്ഷെ എന്നാലും ഒന്ന് ഒരു കൺട്രോൾ കൊണ്ടുവരിക കുറച്ച് ദിവസത്തേക്ക്. എസ്പെഷ്യലി ക്ലൈമറ്റ് ഇങ്ങനെ ആവുമ്പോൾ റെയിനി സീസണിലാണ് എല്ലാ ഡിസീസസും വരുന്നത്. നിപ്പ അതുപോലെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വൈറസ് സ്പ്രെഡ് ആവുന്നത് ഈ റെയിനി സീസണിലാണ്. ഓക്കെ, അതുകൊണ്ട് കൺസേൺഡ് ആയിട്ടിരിക്കുക. വീട്ടിൽ വന്നാലൊക്കെ നല്ലോണം ഒന്ന് കുളിച്ചിട്ടൊക്കെ ഭക്ഷണം കഴിക്കാനിരിക്കുക കേട്ടോ. പിന്നെ മാസ്ക് എന്തായാലും വിയർ ചെയ്യുക. മാസ്ക് നമുക്ക് ഇപ്പൊ കോട്ടൺ മാസ്ക് ഒക്കെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഭയങ്കര ടൈറ്റ് മാസ്ക് വിയർ ചെയ്യരുത്. കുറച്ച് ബ്രീത് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടുന്ന പോലത്തെ മാസ്ക് വിയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നല്ല എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യാണ്. എസ്പെഷ്യലി +1 സ്റ്റുഡൻസ് നിങ്ങൾ പുതിയൊരു ഫീൽഡിലേക്ക് പോവാണ്. അപ്പോ നല്ലൊരു സ്റ്റാർട്ട് ആയിരിക്കട്ടെ സ്റ്റുഡൻസ്. പിന്നെ നമ്മൾ ഇന്ന് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വീക്കേ നമ്മൾ മീറ്റ് ചെയ്യുള്ളൂ. അതാണ് ഇത്രയും ടിപ്സ് ഞാൻ തരുന്നത്. ഓൾറൈറ്റ്. അപ്പോ യെസ്, നമുക്കിപ്പോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്ട്രക്ചേഴ്സ് ഓഫ് സെന്റൻസസ് ആൻഡ് ടൈപ്സ് എന്ന് പറഞ്ഞ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ അതിൽ വാട്ട് ഈസ് മെൻ ബൈ എ സ്ട്രക്ചർ സെന്റൻസ് എന്നുള്ളത് നോക്കി. ദെൻ വാട്ട് ആർ ദ 3 റൂൾസ് ടു റൈറ്റ് എ സെന്റൻസ് എന്ന് പറഞ്ഞു. ആ 3 റൂൾസ് എന്താണ്? എവറി സെന്റൻസ് ബിഗിൻസ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് റൂൾ. Second rule tells that sentences can end with a full stop, question mark or exclamatory mark എന്ന് പറഞ്ഞു. പിന്നെ തേർഡ് റൂൾ പറയുന്നത് എവറി സെന്റൻസ് വിൽ ഹാവ് എ സബ്ജക്റ്റ് ആൻഡ് എ പ്രെഡിക്കേറ്റ്. ഓക്കെ, ദെൻ we studied what is a subject and what is a predicate. After that, we said that the predicate is again divided into two as verb and object. Predicate ne തന്നെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് verbും ഒബ്ജക്റ്റും കിട്ടും. So finally, a sentence has 3 parts. They are the subject, verb and object. അതിനെ നമ്മൾ ഷോർട്ട് ആയിട്ട് ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു. Do you remember the name of the pattern? സബ്ജക്ട് വേർബ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന പാറ്റേണിന് നമ്മൾ ഷോർട്ട് ആയിട്ട് അബ്രിവേറ്റഡ് ആയിട്ട് ഒരു നെയിം പറഞ്ഞല്ലോ. ഓക്കെ, ഐ വിൽ ടെൽ യു. ഇറ്റ് ഈസ് കോൾഡ് SVO സെന്റൻസസ്. SVO പാറ്റേൺ എന്നാണ് നമ്മൾ പറയുക. അപ്പൊ SVO പാറ്റേൺ ആണ് നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, റീഡ് ചെയ്യുന്ന, റൈറ്റ് ചെയ്യുന്ന സെന്റൻസസ് എല്ലാം. മോസ്റ്റ് ഓഫ് ദ സെന്റൻസസ് ആർ ഇൻ ദിസ് SVO pattern. Okay. Now, after that, we divided the sentence into 3 as subject, verb, and object. Then we discussed what is meant by subject, what is meant by verb, and what is meant by object. Subject comes in the first part of the sentence. It is the doer of the action. It is the doer of the action, and it can be a noun or a pronoun. Yes, Minu, do you want to ask something? Minu Pravish? You have raised your hand. Any doubts? Okay, so the next part is verb. Verb is the action of the sentence. And finally, object. Object is followed by the verb in the sentence. It comes in the last part. And objects will mostly be again nouns or pronouns. Most of the times they are expected to be nouns. Object noun ആണ്, nouns ആണ് object ആയിട്ട് വരാനുള്ള സാധ്യത. Subject noun, object noun എന്ന് നമ്മൾ പറയും. സബ്ജക്റ്റിലും ഒബ്ജക്റ്റിലും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത് nouns ആണ്, ബട്ട് പ്രൊനൗൺസിനും വരാം. പ്രൊനൗൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്. ഓക്കെ, നമ്മൾ ആ ഓർഡറിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് പ്രൊനൗൺസ് ആണ്. അപ്പൊ അവരെപ്പോഴും സബ്ജക്റ്റിന്റെ പൊസിഷനിലേ വരുള്ളൂ. എന്നാൽ ഒബ്ജക്റ്റീവ് പ്രൊനൗൺസ് എന്ന് പറയുമ്പോൾ മീ, യു, ദം, അസ്,
ഹിസ്, ഹെർ ആൻഡ് ഇറ്റ്. ഓക്കെ, ഹിം, ഹെർ ആൻഡ് ഇറ്റ്. അതായത് ഐന്റെ ഒബ്ജക്റ്റീവ് പ്രൊണൗൺ മീ ആണ്, യുവിന് യു തന്നെ, ദേന് ദെം ആണ്, വീന് അസ് ആണ്, പിന്നെ ഹീന് ഹിമ്മും, ഷീന് ഹേറും, ഇറ്റിന് ഇറ്റും. അപ്പൊ 7 ഒബ്ജക്റ്റീവ് പ്രൊണൗൺസ് ഉള്ളത് പോലെ തന്നെ 7 സബ്ജക്റ്റീവ് പ്രൊണൗൺസും ഉണ്ട്. So subjective pronouns will come in the beginning of a sentence. Objective pronouns will come in the place of the object of a sentence. So we can tell that the object comes in the last part of a sentence. It can also be a noun or a pronoun. And basically, objects are the receivers of the action. Subjects are the performers of the actions, whereas objects are receivers of the action in a sentence. Okay, then we discussed that basically there are two types of objects. What are the two types of objects we studied? Yes, if you know, you can answer. അത്ര പെട്ടെന്ന് മറന്നോ? 1 week അല്ലേ ആയിട്ടുള്ളൂ നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്തിട്ട്. ടു ടൈപ്സ് ഓഫ് ഒബ്ജക്ട്സ് ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് ഒബ്ജക്ട്, ആൻഡ് വാട്ട് ഇസ് ദ സെക്കൻഡ് വൺ? Indirect. ഇൻഡയറക്റ്റ് ഒബ്ജക്ട്. ഡയറക്റ്റ് ഒബ്ജക്ട് ആൻഡ് ഇൻഡയറക്റ്റ് ഒബ്ജക്ട്സ്. ഓക്കെ, അത് നമ്മൾ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു. ഡയറക്റ്റ് ഒബ്ജക്ട് കണ്ടുപിടിക്കാൻ വാട്ട് റിസീവ്സ് ദ ആക്ഷൻ എന്ന് ചോദിച്ചാൽ അത് ഡയറക്റ്റ് ഒബ്ജക്റ്റിന്റെ ആൻസർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ദ മാൻ ബിൽഡ്സ് എ ഹൗസ് എന്ന് പറയുമ്പോൾ വാട്ട് ഇസ് ദ മാൻ ബിൽഡിംഗ്? ദ മാൻ ബിൽഡ്സ് എ ഹൗസ്. അപ്പൊ എ ഹൗസ് എന്നുള്ളത് അവിടുത്തെ ഡയറക്റ്റ് ഒബ്ജക്ട്. അതേസമയം ഫോർ ഹൂം ഹീസ് ബിൽഡിംഗ് ദ ഹൗസ്, ആർക്ക് വേണ്ടിയിട്ടാണ് ആ ഹൗസ് ബിൽഡ് ചെയ്യുന്നത്? ഫോർ ഹിസ് ഫാമിലി. അപ്പൊ ഹിസ് ഫാമിലി എന്ന് പറയുന്നത് അവിടുത്തെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആവും. ഓക്കെ, then we also discussed some more examples, and we also conducted an activity in the last class. Okay, we went through these 10 questions. After that, ഇതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച എല്ലാത്തിന്റെയും ഒരു ഷോർട്ട് റീക്യാപ്പ്. സബ്ജക്ട് and predicate are the two parts of a sentence. Subject talks about a person, place or thing, whereas predicate talks about the subject. Predicate is again divided into two as verb and object, where verb is the action of the subject or action of the sentence, and object is the result of the subject's action, or it is called the receiver of the action in a sentence. Object നെ നമുക്ക് എന്ത് പറയാം? Receiver of the action എന്ന് പറയാം. Alright, now നമുക്ക് പാറ്റേൺസ് ഓഫ് സെന്റൻസസ് നോക്കി നമ്മൾ. അതായത് എല്ലാ സെന്റൻസസും SVO പാറ്റേണിൽ തന്നെയാണോ? ആർ ഓൾ സെന്റൻസസ് ദ സെയിം ഇൻ സ്ട്രക്ചർ? ഇസ് ദർ മോർ ദാൻ വൺ ടൈപ്പ്? അപ്പൊ നമ്മൾ നോക്കിയപ്പോ 5 ടൈപ്സ് നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് ടൈപ്പ് ഇസ് SV സെന്റൻസ്, സെക്കൻഡ്ലി SVO സെന്റൻസ്, തേർഡ് ഇസ് SVC, ഫോർത്ത് ഇസ് SVOC, ആൻഡ് ഫിഫ്ത്ത് ഇസ് OVS സെന്റൻസസ്. OVS വന്നിട്ട് നമ്മൾ പാസീവ് വോയിസിൽ പറയുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് OVS സെന്റൻസ്. അതർവൈസ് നമ്മൾ ഈ SV, SVO, SVC, SVOC എന്നെല്ലാം പറയുന്നത് ആക്റ്റീവ് വോയിസിൽ നമ്മൾ പറയുമ്പോഴെല്ലാം സെന്റൻസസ് ആണ്. എന്താണ് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്? ഒരു എക്സാമ്പിളിൽ മിസ് പറഞ്ഞുതരാം. റാം കിൽഡ് രാവണ. നമുക്ക് രാമായണത്തിലുള്ള സ്റ്റോറി എല്ലാവർക്കും അറിയാം. റാം കിൽഡ് രാവണ. സോ റാം എന്ന് പറയുന്ന സബ്ജക്ട് കിൽഡ് എന്ന് പറയുന്ന ആക്ഷൻ കണ്ടക്ട് ചെയ്തു. ആൻഡ് ഹൂ ഈസ് റിസീവിംഗ് ദറ്റ് ആക്ഷൻ? Who is the receiver of the action? Ravana. Yes, Ravana is the receiver of the action. So that is the object. അപ്പൊ രാമ സബ്ജക്റ്റും രാവണ ഒബ്ജക്റ്റും കിൽഡ് എന്നുള്ളത് അവിടുത്തെ വേർബുമാണ്. ഇപ്പോ ഈ SVO പാറ്റേൺ നേരെ തിരിഞ്ഞ് OVS ആയിട്ട് മാറുമ്പോൾ ഒബ്ജക്റ്റ് വേർബ് സബ്ജക്റ്റ് എന്നുള്ള പാറ്റേൺ ആയിട്ട് അത് മാറും. അപ്പൊ രാവണ ഫസ്റ്റ് വരും, റാം ലാസ്റ്റിൽ വരും. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ദ മീനിങ് ഓഫ് ദ സെന്റൻസ് മസ്റ്റ് നോട്ട് ചേഞ്ച്. റാം കിൽഡ് രാവണ എന്ന് പറഞ്ഞാൽ എന്ത് മീനിങ് ആണോ അതേ മീനിങ് തന്നെ ആയിരിക്കണം ഞാൻ OVSൽ എഴുതുമ്പോഴും. SVOനെ OVSലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ദ മീനിങ് ഓഫ് ദ സെന്റൻസ് മസ്റ്റ് നോട്ട് ചേഞ്ച്. അപ്പൊ എനിക്ക് ഇതിനെ വേറെ എങ്ങനെ ഏത് രീതിയിൽ എഴുതാൻ പറ്റും? റാം കിൽഡ് രാവണ. Ravana killed by Ram. രാവണ വാസ് കിൽഡ് ബൈ റാം. ആ വാസ് എന്നുള്ള വേർഡ് നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെ? അപ്പൊ രാവണ വാസ് കിൽഡ് ബൈ റാം. ഗുഡ് അറ്റംപ്റ്റ് ആദില. ഓക്കെ, സോ രാവണ വാസ് കിൽഡ് ബൈ റാം. അപ്പൊ ഇവിടെ മീനിങ് എന്താണ്? രാമൻ രാവണനെ വധിച്ചു എന്ന് പറയുന്നതും രാവണൻ രാമനാൽ വധിക്കപ്പെട്ടു എന്ന് പറയുന്നതും സെയിം തന്നെയല്ലേ? Aren't they same? Yes. Yes or no? Yes. Yes. Both of the sentences have the same meaning. Yes. അപ്പൊ എന്താണ്? നമുക്ക് ആക്റ്റീവ് വോയിസിൽ SVO എന്ന് എഴുതുന്നതിന് നമ്മൾ പാസീവ് വോയിസിൽ OVS പാറ്റേണിലേക്ക് മാറ്റി എഴുതുന്നു. SVO is converted to OVS pattern.
under the condition that the meaning is not changing. അതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ്. രാമ കിൽഡ് രാവണ എന്നുള്ളതിന് രാവണ കിൽഡ് രാമ എന്ന് എഴുതിയാ പോയി, രാമായണം പോയി, അതോടെ കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്താണ് മീനിങ് മാറാണ്ട് നമ്മൾ എഴുതണം. ഓക്കെ, സോ നമ്മൾ അതുകൊണ്ടാണ് ഓവിയസിനെ ലാസ്റ്റിൽ വെച്ചിരിക്കുന്നത്. So in the first class, in the last class, we discussed SV sentences. SV sentences are the shortest sentences because there is no object. എസും വിയും മാത്രമാണുള്ളത്. Okay, so can you give me an example for an SV sentence? രണ്ട് മൂന്ന് പേര് examples തന്നെ എനിക്ക്. I will start if you have any trouble. Dogs play. Dogs play. Likewise, subjectum verbum മാത്രം. Yes. Children's play. ചിൽഡ്രൻസ് അല്ല, ചിൽഡ്രൻ ആണ്. ഓക്കെ, ചിൽഡ്രൻസ് എന്നൊരു വേർഡ് നമുക്ക് ഇല്ല കേട്ടോ. നമ്മൾ എപ്പോഴും തെറ്റിക്കുന്ന ഒരു വേർഡാണ്. ചിൽഡ്രൻ എന്ന് പറയുന്നത് ഓൾറെഡി പ്ലൂറൽ ആണ്. അപ്പൊ അവിടെ വീണ്ടും നമ്മൾ എസ് ആഡ് ചെയ്യണ്ട. ഓക്കെ, ചിൽഡ്രൻസ് ഡേ എന്നൊക്കെ നമ്മൾ പറയും. അത് കുട്ടികളുടെ ഡേ എന്ന് പറയാനാണ് ചിൽഡ്രൻ എപ്പോസ്ട്രോഫി എസ് ഇടും. അതർവൈസ് ചിൽഡ്രൻ ഓൾറെഡി ഒരു പ്ലൂറൽ വേർഡ് ആണ്, നൗൺ ഓൾറെഡി ഒരു പ്ലൂറൽ നൗൺ ആണ്. ഓക്കെ, സോ ചിൽഡ്രൻ പ്ലേ. വെരി ഗുഡ്. വേറൊരു എക്സാമ്പിൾ പറയൂ. Bird flies. Bird flies. Very good. Bird flies. Adila, can you give an example? Adila and Dia, can you give an example? വളരെ സിമ്പിൾ ആണ്. സബ്ജക്റ്റും വേർബും മാത്രം വരാൻ പാടുള്ളൂ. അങ്ങനത്തെ ഒരു സെന്റൻസ് വേണം. ഓക്കെ, വേറെ Cat plays. Cat. Sorry, can you repeat? Cat plays എന്നാണ് എനിക്ക് കേട്ടത്. Cat Plays. Cat plays. Okay, cat plays. Okay, but dogs play എന്ന് പറയുന്ന പോലെ cat plays. Yes. Animal eats. Animal eats. Okay, or animals eat. രണ്ട് രീതിയിലും പറയാം. Okay, അതുപോലെ വേറൊന്ന് പറയാലോ. ഫോർ എക്സാമ്പിൾ, മൈ മദർ ഇസ് കുക്കിംഗ്. ഇതും ഒരു എസ് വി തന്നെയല്ലേ? എസ് വി ഒ അല്ലല്ലോ. കാരണം മൈ മദർ ഇസ് ദ സബ്ജക്ട്, ഈസ് കുക്കിംഗ് എന്നുള്ളത് ടുഗെദർ വേർബ് അല്ലേ? ഈസ് വന്നിട്ട് ഓക്സിലറി വേർബും കുക്കിംഗ് ഇസ് ദ ആക്ഷൻ വേർബ്. അപ്പൊ ഓക്സിലറി വേർബും ആക്ഷൻ വേർബും ടുഗെദർ വന്നാൽ അതിന് ഒരുമിച്ച് നമ്മൾ വേർബ് ആയിട്ട് തന്നെ എടുക്കണം. ഓക്കെ, മൈ മദർ ഇസ് കുക്കിംഗ്. Yes, can you try some other example like that? My sister eating. My father is driving. My father is? Driving. My father is driving. Very good. അതൊരു എസ് വി സെന്റൻസ് ആണ്. ഷാനി, ദിയ എന്താ പറഞ്ഞത്? She is flying. She is flying. Very good. Dia, can you repeat your example? I didn't hear it clearly. Okay, so anyways, you gave a good example. Okay, so is, was ഒക്കെ നമ്മൾ അവിടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എസ് വി സെന്റൻസസ് നമുക്ക് ധാരാളം കിട്ടി. റൈറ്റ്. സോ we also discussed what is the difference between SV sentences and SVO sentences, and we finally understood that SVO sentences are more meaningful than SV sentences. കാരണം ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റ് ഇല്ലാണ്ട് വരുമ്പോ നമുക്ക് ഒരു 100% ഒരു completion of the sentence കിട്ടുന്നില്ല. We are not achieving that completion. That 100% completion is not achieved. Whereas if it is an SVO sentence, then definitely you get a meaningful sentence, a 100% meaningful sentence. So for example, when you compare the two sentences, Mary walked and Mary walked to the hotel. Mary walked is also a meaningful sentence. Mary walked to the hotel is also a meaningful one. But which is more clear or which is more meaningful? The first one or the second one? Of course, it is the second one. Mary walked to the hotel because I'm getting more information about where Mary walked to. So the second sentence, which is an SVO sentence, is more powerful and meaningful than an SV sentence. Yes, and these are some examples for SV sentences. Boys play, birds fly, women cook, girls dance, children laugh, men work, babies sleep, architects build, he cried, she smiled, etc. Okay, then we also discussed some SVO sentences. So I'm not going again into this SVO because we already know how to identify subject, verb, and object. Okay,
ഇതില് ഇപ്പൊ നമ്മൾ ഒരു ഫോർത്ത് എക്സാമ്പിൾ മാത്രം ഞാനൊന്ന് പറയാം. വി ആർ വർക്കിംഗ് ടുഗെദർ എന്ന് പറയുമ്പോൾ അവിടെ വി വിൽ ബി ദ സബ്ജക്ട്, ആർ വർക്കിംഗ് എന്നുള്ളത് ടുഗെദർ വേർബ് ആണ്, ടുഗെദർ എന്നുള്ളത് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, അതേപോലെ ഹേമ ഇസ് കുക്കിംഗ് ഇൻ ദ കിച്ചൺ. ഹിയർ ഹേമ ഇസ് ദ സബ്ജക്ട്, ഈസ് കുക്കിംഗ് ഇസ് ടുഗെദർ എ വേർബ്, ഇൻ ദ കിച്ചൺ ഇസ് ദ ഒബ്ജക്റ്റ്. ഓൾറൈറ്റ്, നൗ നമ്മൾ SVC സെന്റൻസസിലേക്ക് പോവാണ്. What is meant by C? C stands for another describing word called complement. Okay, അപ്പൊ ഞാൻ അതിന്റെ സെന്റൻസ് കോംപ്ലിമെന്റിന്റെ സ്പെല്ലിംഗ് ഞാൻ ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. Yes, this is the spelling, complement. Okay, there is another word called complement. Complement ചെയ്യുക എന്ന് പറഞ്ഞാൽ to appreciate someone, to gift someone something, or to award something to someone. These are called compliments. If you are gifting something to someone, then you are giving a compliment to that person. For example, if you are telling best compliments, with best compliments എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ with best wishes എന്നാണ് മീൻ ചെയ്യുന്നത്. അതുപോലെ you look beautiful അല്ലെങ്കിൽ you are handsome എന്നൊക്കെ പറഞ്ഞാൽ you are complimenting the other person, you are appreciating the other person, or you are describing that person. ഓക്കെ, കോംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വിഷ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കൊടുക്കുക അവർക്ക്. ഓക്കെ, അതാണ്. വെറസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഗ്രാമറിൽ പറഞ്ഞ വേർഡ് സെന്റൻസസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡാണ്. അവിടെ വിഷിങ് അല്ലെങ്കിൽ അപ്രീഷിയേറ്റിംഗ്, ഇവിടെ നമ്മൾ ഡിസ്ക്രൈബിംഗ് എന്നാണ് യൂസ് ചെയ്യുന്നത്. സോ കോംപ്ലിമെന്റ് വേറെ, കോംപ്ലിമെന്റ് വേറെ. ഇവിടെ പറയുന്നത് കോംപ്ലിമെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ജോൺ ഇസ് എ മ്യൂസീഷ്യൻ. ഇപ്പൊ ജോൺ ഒരു മ്യൂസീഷ്യൻ ആണെന്ന് പറയുമ്പോൾ ഐ ആം ഡിസ്ക്രൈബിംഗ് ജോൺ ടു ബി എ മ്യൂസീഷ്യൻ. ഓക്കെ, അനു ഇസ് എ സിംഗർ. അനു ഒരു സിംഗർ ആണെന്ന് പറയുമ്പോൾ ഐ ആം ഡിസ്ക്രൈബിംഗ് അനു ആസ് എ സിംഗർ. ശോഭന ഇസ് എ ഡാൻസർ. റീസെന്റ് the famous classical dancer Shobana was awarded with Padmabhushan. അല്ലേ? അപ്പൊ ശോഭന ഇസ് എ ഡാൻസർ. ഓക്കെ, നമുക്കറിയാം ശോഭന എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. ഷീ ഈസ് എ ഫേമസ് മലയാളം ആക്ട്രസ്, സൗത്ത് ഇന്ത്യൻ ആക്ട്രസ്. അവരൊരു ഡാൻസർ ആണ് എന്ന് പറയുമ്പോൾ അത് ഞാൻ ഐ എം ഡിസ്ക്രൈബിംഗ് ശോഭന ടു ബി എ ഡാൻസർ. ദെൻ ഗണേഷ് ഈസ് ആൻ ആർട്ടിസ്റ്റ്. ഷീ സിംഗ്സ് ബ്യൂട്ടിഫുള്ളി. ദേ റൺ ഫാസ്റ്റ്. രേഖ കുക്സ് ടേസ്റ്റിലി. Keshav is an entrepreneur. Entrepreneur means a businessman. Okay, so I am describing each person to be something. ആ ഡിസ്ക്രൈബിംഗ് വേർഡിനെയാണ് നമ്മൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് മ്യൂസീഷ്യൻ, സിംഗർ, ഡാൻസർ, an artist, beautifully, fast, tastily, and an entrepreneur. ഇതെല്ലാമാണ് കോംപ്ലിമെന്റ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നമുക്ക് ശരിക്കും പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദേ റൺ ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഫാസ്റ്റിന് നമ്മൾ adverb ആയിട്ടാണ്. യെസ്, നമ്മൾ ഫാസ്റ്റ് എന്നുള്ള വേർഡിനെ adverb ആയിട്ട് കൺസിഡർ ചെയ്യും. അതുപോലെ ബ്യൂട്ടിഫുള്ളി എന്നുള്ള പറയുന്ന വേർഡിനെ നമ്മൾ adverb ആയിട്ട് കൺസിഡർ ചെയ്യും. ഈ adverbsഉം ഒരു പ്ലേസിൽ എത്തുമ്പോൾ കോംപ്ലിമെന്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് adjectives ആൻഡ് adverbs എല്ലാം കോംപ്ലിമെന്റ്സിന്റെ ഒരു പാർട്ടാണ്. ഓൾറൈറ്റ്, ഇപ്പൊ രേഖ കുക്സ് ടേസ്റ്റിലി. രേഖ കുക്ക് ചെയ്യുന്നു, വേർബ് കുക്കിംഗ് എന്നാണ്, അല്ലെങ്കിൽ കുക്സ് എന്നാണ്. എങ്ങനെ കുക്ക് ചെയ്യുന്നു? ഹൗ ഡസ് ഷീ കുക്ക്? ഷീ കുക്സ് ടേസ്റ്റിലി. അപ്പൊ ടേസ്റ്റിലി ഈസ് ഓൾസോ അനദർ adverb. സോ adverbs ആണ് ഈ കോംപ്ലിമെന്റ്സിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, നൗ മൂവിങ് ടു SVOC sentences. Here you will have subject, verb, object and complement. SVOC sentences എന്ന് പറയുമ്പോൾ നമുക്ക് ഒബ്ജക്റ്റും വരും, കോംപ്ലിമെന്റും വരും. Okay, so can somebody read the list of sentences? Yes, Adila, please. They elected her the leader of the group. I wrote the exam well. Raju wrote a letter neatly. The medicine made the girl sleepy. Anu walks on the road slowly. We meet in the beach often. I visit my parents frequently. Alright, so ഇതിന്റെ ഇടയിൽ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചു. നമ്മുടെ ഇഗ്നൈറ്റിംഗ് യങ് മൈൻഡ്സിന് ഒരു സ്പോൺസർ, മിസ് ജാനകി എന്ന് പറഞ്ഞിട്ടൊരു സ്പോൺസർ വന്നിട്ടുണ്ടായിരുന്നു. സോ അവർ വന്നിട്ട് ഒരു 5 സ്റ്റുഡൻസിന്, ഓക്കെ, സിംഗിൾ പേരൻസ് ആയിട്ടുള്ള ഒരു 5 സ്റ്റുഡൻസിന് ഒരു ചെറിയ ഒരു ഫൈനാൻഷ്യൽ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവർ മുന്നോട്ട് വന്നു.
അതിൽ 3 സ്റ്റുഡൻസ് നമ്മൾ സെലക്ട് ചെയ്തത് തമിഴ്നാട് നിന്നാണ്. സിംഗിൾ പാരന്റ്സ് ആയിരിക്കണം എന്നുള്ള ഒരു റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ഈ സീപ്പ് ഗ്രൂപ്പിൽ നിന്നും സീപ്പിന്റെ സ്റ്റുഡൻസിനെ അറിയാം, മാളവിക അതുപോലെ തന്നെ ഷാമില എന്ന് പറഞ്ഞ 2 സ്റ്റുഡൻസിനെ നമ്മൾ സെലക്ട് ചെയ്തു. ഷാമില വന്നിട്ട് നമ്മുടെ ആലത്തിയൂർ തിരൂരിൽ നിന്നും മാളവികയും തിരൂരിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ അവർ രണ്ടുപേർക്കും ഇന്ന് ഒരു ചെറിയൊരു എമൗണ്ട് അവർക്ക് ഫൈനാൻഷ്യൽ ഹെൽപ്പിന് വേണ്ടിയിട്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 4 to 6 months കണ്ടിന്യൂസ് ആയിട്ട് ഇവർക്ക് മന്ത്ലി കിട്ടും. ആൻഡ് അതിനുശേഷവും ആ ഫൈനാൻഷ്യൽ ഹെൽപ്പ് കണ്ടിന്യൂ ആകും. ബട്ട് ഒരു കണ്ടീഷൻ ഉള്ളത്, ദേ ഹാവ് ടു സ്കോർ വെൽ ഇൻ ദ ക്വാർട്ടർലി എക്സാംസ്. അവര് എഡ്യൂക്കേഷനിൽ നല്ല രീതിയിൽ എക്സൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫൈനാൻഷ്യൽ ഹെൽപ്പ് കണ്ടിന്യൂ ആകും എന്നായിരുന്നു അവർ പറഞ്ഞത്, IYM പറഞ്ഞത്. അപ്പൊ നമ്മൾ കേരളത്തിൽ നിന്ന് 2 സ്റ്റുഡൻസിനെ നമ്മൾ തിരൂരിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഷാമിലയും മാളവികയും. ഓക്കെ, നിങ്ങളിന്ന് ചിലപ്പോൾ മോർണിംഗ് ഒരു മെസ്സേജ് കണ്ടിട്ടുണ്ടാവും, മാളവിക എന്ന് പറഞ്ഞൊരു സ്റ്റുഡന്റിന്റെ മെസ്സേജ് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ അതുപോലെ എല്ലാവരും തന്നെ നല്ലോണം പഠിക്കാം. എന്താ പറയുന്ന, നമുക്കിപ്പോ ഒരു ക്രൈറ്റീരിയൻ വെച്ചിട്ടുണ്ടായിരുന്നു, സിംഗിൾ പാരന്റ് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ കുട്ടികളെ തന്നെ നോക്കിയെടുക്കാൻ കാരണം. ഓക്കെ, 2 കുട്ടികൾക്കും ഫാദേഴ്സ് ഇല്ല. ഓക്കെ, അപ്പോ മദർ മാത്രമാണ് ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മളൊരു ഫൈനാൻഷ്യൽ എയ്ഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ലോണം പഠിക്കുക, നല്ല പൊസിഷനിൽ എല്ലാവരും റീച്ച് ആവുക. ഓക്കെ, ഫാമിലിക്ക് ഒരു വലിയ സപ്പോർട്ട് ആവണം നിങ്ങളൊക്കെ. ഓക്കെ, യെസ് സ്റ്റുഡൻസ്, സോ താങ്ക് യു ഫോർ റീഡിങ് അതില. സോ ഹിയർ യു ക്യാൻ സീ ദേ എലക്റ്റഡ് ഹെർ ദ ലീഡർ ഓഫ് ദ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവളെ അവര് ഗ്രൂപ്പിന്റെ ലീഡറായിട്ട് സെലക്ട് ചെയ്തു. സോ ഹിയർ ദേ is the subject, elected is the verb, her is the object. Okay, her എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് പ്രൊനൗൺ ആണ്, ഒബ്ജക്റ്റ് ആണ്. എന്തായിട്ടാണ് എലക്ട് ചെയ്തത്? ദ ലീഡർ ഓഫ് ദ ഗ്രൂപ്പ് ആയിട്ട്, ഗ്രൂപ്പിന്റെ ലീഡർ ആയിട്ട്. സോ ദ ലീഡർ ഓഫ് ദ ഗ്രൂപ്പ് എന്ന് പറയുന്ന പാർട്ടാണ് ഇവിടുത്തെ സി അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഐ റോട്ട് ദ എക്സാം വെൽ. സോ ഐ is the subject, wrote is the verb, past tense of write. Okay, the exam is the object, well is the complement. How did I write the exam? Well. So well ആണ് ഇവിടുത്തെ കോംപ്ലിമെന്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, രാജു wrote a letter neatly. അപ്പൊ ഇവിടെ നമുക്ക് വീണ്ടും സബ്ജക്റ്റും വേർബും അറിയാം. What is the object and complement? Can somebody tell? Object എന്താണ്, കോംപ്ലിമെന്റ് എന്താണ്? Object letter. Letter, a letter, and complement? Neatly. വെരി ഗുഡ്. എ ലെറ്റർ വന്നിട്ട് ഒബ്ജക്റ്റും നീറ്റ്ലി എന്നുള്ളത് കോംപ്ലിമെന്റ്. അപ്പൊ കോംപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഡിസ്ക്രൈബ് ചെയ്യല്ലേ ചെയ്യുന്നത്, നീറ്റ് ആയിട്ട് ലെറ്റർ എഴുതി. അപ്പൊ അതൊരു അഡ്വേർബും കൂടെയാണ്. ഈ കോംപ്ലിമെന്റ്സ് ശരിക്കും എന്താണ്, സംടൈംസ് ഇവർ അഡ്വേർബ്സ് ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ മെഡിസിൻ മെയ്ഡ് ദ ഗേൾ സ്ലീപ്പി. സോ ഹിയർ ദ മെഡിസിൻ ഇസ് ദ സബ്ജക്ട്, മെയ്ഡ് ഇസ് ദ വേർബ്, ദ ഗേൾ ഇസ് ദ ഒബ്ജക്ട്, സ്ലീപ്പി ഇസ് ദ കോംപ്ലിമെന്റ്. നെക്സ്റ്റ്, അനു വാക്സ് ഓൺ ദ റോഡ് സ്ലോലി. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇവിടെ ഒബ്ജക്റ്റും കോംപ്ലിമെന്റും ഒന്ന് ആരെങ്കിലും പറയൂ. ദിയ, ക്യാൻ യു ട്രൈ? Or someone else? Yes. Object is Anu. Object is not Anu. Anu is the subject. Anu is the subject. Verb is walks. What is the object? Adila, can you try? On the road is the object. Slowly is the complement. Then we meet in the beach often. So here we is the subject, meet is the verb. In the beach എന്ന് പറയുന്ന പാർട്ടാണ് ഒബ്ജക്റ്റ്. ഓഫൺ എന്ന് പറയുന്നത് കോംപ്ലിമെന്റ് ആണ്. ഓഫൺ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ എപ്പോഴും, ഓഫൺ. ഓക്കെ, ദ ലാസ്റ്റ് വൺ, ഐ വിസിറ്റ് മൈ പേരൻസ് ഫ്രീക്വന്റ്ലി. ഇവിടെയും ഫ്രീക്വന്റ്ലി എന്ന് പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ എപ്പോഴും എന്നുള്ള മീനിങ് ആണ്. So ഇവിടെ I is the subject, visit is the verb, my parents is the object, and visit frequently. Frequently എന്ന് പറയുന്നത് കോംപ്ലിമെന്റ് ആണ്. I subject, visit എന്നുള്ള ഇവിടെ ഒരു verb, action, my parents എന്നുള്ളതാണ് ഇവിടുത്തെ object, frequently എന്നുള്ളത് കോംപ്ലിമെന്റ്. അപ്പൊ എപ്പോഴും നമ്മൾ സബ്ജക്റ്റും വേർബും ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. വേർബ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ആക്ഷൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് ആദ്യം വരുന്ന ആള് ഒബ്ജക്റ്റ് ആയിരിക്കും, പിന്നെ വരുന്ന ആളാണ് കോംപ്ലിമെന്റ്. ഇത് വന്നിട്ട് SVOC പാറ്റേൺത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്.
SVOCയിൽ സബ്ജക്റ്റ് കഴിഞ്ഞ വേർബ് കഴിഞ്ഞ് ഒബ്ജക്റ്റും കഴിഞ്ഞേ കോംപ്ലിമെന്റ് വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ഒക്കെ ലാസ്റ്റിലാണ് കോംപ്ലിമെന്റ്. നീറ്റ്ലി, സ്ലീപ്പി, സ്ലോലി, ഓഫൺ, ഫ്രീക്വന്റ്ലി ഇതെല്ലാമാണ് കോംപ്ലിമെന്റ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ SVOC ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. Now moving to the last type, OVS sentences. പാസീവ് വോയിസിലാണ് നമ്മൾ OVS sentences യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ OVS എന്ന് പറയുമ്പോൾ ഒബ്ജക്ട് വേർബ് സബ്ജക്ട്, അതാണ് അതിന്റെ ഫുൾ ഫോം. Okay, so somebody can you please read this list of examples? Let me call Alone Maria. Are you there? Alone Maria undo? Can you read the list? The sentences? Alona Maria Shibu? Okay. Ravana was killed by Ram. The thief was caught by the police. The cake was made by Jane. The ball was kicked by Ajay. The letters were delivered by her. Rani was invited by Surya. Very good. Thank you. Yes. So Alona, you are in which class? 9th standard. Okay, you are going to 9th standard, right? From 8th to 9th. Am I correct? Okay. So Ravana. Yes, ma'am. Okay, okay. So Ravana was killed by Ram. അപ്പൊ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ റാം കിൽഡ് രാവണന്റെ പാസീവ് ആണ്. ദ തീഫ് വാസ് കോട്ട് ബൈ ദ പോലീസ്. അപ്പൊ ഇതിന്റെ ആക്റ്റീവ് എങ്ങനെയായിരിക്കും ആലോചിച്ച് നോക്കൂ. ഓക്കെ, പോലീസ് എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ സബ്ജക്റ്റ് ആണ്, ദ തീഫ് ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പൊ ദ തീഫ് ഒബ്ജക്റ്റും പോലീസ് സബ്ജക്റ്റും. അങ്ങനെയാണെങ്കിൽ ഈ സെന്റൻസിന്റെ ആക്റ്റീവ് വോയിസ് എങ്ങനെയായിരിക്കും? Police caught thief. The police caught the thief. The police caught the thief. Yes. Next one, the cake was made by Jane. Okay, ഇതും പാസീവിലാണ്. അപ്പൊ ഒറിജിനലി ആക്റ്റീവ് വോയിസ് എങ്ങനെയായിരിക്കണം? The cake was Jane made the cake. Yes. Adila, do you want to Jane say? made the cake. Yes, very good, Shamna. Miss Jane? Ishanna ante veri. Sorry? Ishanna ante veri. I didn't understand. Shamna nalla Ishanna veri. Isha. Okay, okay, Isha. So Jane was made by, I'm sorry, the cake was made by Jane. So ഇവിടെ നമുക്ക് പറയാം Jane made the cake എന്ന് പറയാം. Then the ball was kicked by Ajay. What is the answer here? Active voice answer എങ്ങനെ വരും? The ball was kicked by Ajay. ഈസി ആണ്. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് നമ്മൾ പഠിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. Very good. Ajay kicked the ball. Very good. Okay, the next one, the letters were delivered by her. ഇതെങ്ങനെ വരും? ഹെർ എന്നാണ് അവസാനിക്കുന്നത്. ബട്ട് നമുക്ക് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹെറിൽ വെരി ഗുഡ്. നമ്മൾ ഹെർ വെച്ച് സ്റ്റാർട്ട് ചെയ്യരുത്, നമ്മൾ ഷീ വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ ഷീ ഡെലിവേർഡ് ദ ലെറ്റേഴ്സ് എന്ന് വരും. ആൻഡ് ലാസ്റ്റ് വൺ, റാണി വാസ് ഇൻവൈറ്റഡ് ബൈ സൂര്യ. സോ വാട്ട് വുഡ് ബി ദ ആൻസർ ഹിയർ? Surya invited Rani. Very good. Surya invited Rani. Yes. So നമുക്ക് OVS പാറ്റേണിനെ SVO പാറ്റേൺ ആക്കാൻ പറ്റും, SVO നെ OVS ആക്കാനും പറ്റും. So we are converting from active to passive and from passive to active. ഇത്രയുമാണ് OVS sentencesൽ വരുന്നത്. സോ നമ്മൾ സെന്റൻസ് പാറ്റേൺ എന്നുള്ള ചാപ്റ്റർ നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. Ajay kicked the ball. Yeah, okay. Okay, fine. Ajay അത് correct. kicked the ball. Okay. So somebody was answering. ഇപ്പൊ മേ ബി അവർക്ക് ലേറ്റ് ആയിട്ടായിരിക്കാം കിട്ടിയത് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ ഇതിന്റെ ഇടയിൽ നമുക്കൊരു ഫാക്ട് നോക്കാം. ഇംഗ്ലീഷ് ഇസ് എ ലാംഗ്വേജ് സ്പോക്കൺ ബൈ ഓവർ 67 കൺട്രീസ് ആസ് ദെയർ ഒഫീഷ്യൽ ലാംഗ്വേജ്. ഓക്കെ, അപ്പൊ 1 or 2 or 3 കൺട്രീസിലല്ല, 67 കൺട്രീസിലെ ഇംഗ്ലീഷ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തു, ഇൻക്ലൂഡിങ് ഇന്ത്യ. ഇന്ത്യ ഈസ് വൺ ഓഫ് ദോസ് 67 കൺട്രീസ്. ഓക്കെ, സോ ഇനി നമുക്ക് കുറച്ച് ഇംപെരേറ്റീവ്സ് നോക്കാം. ഇംപെരേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് സെന്റൻസസ് ആയിരിക്കും. ബേസിക്കലി ഒരു കമാൻഡ് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു വാർണിംഗ്
ഒരു അഡ്വൈസ് ഒക്കെ പോലെ തോന്നിക്കുന്ന സെന്റൻസസ് ആണ് ഇംപെരേറ്റീവ് സെന്റൻസസ്. സോ ഈ ഇംപെരേറ്റീവ് സെന്റൻസസിൽ നമുക്ക് സബ്ജക്റ്റ് ഉണ്ടാവില്ല, നമുക്ക് വേർബും ഒബ്ജക്റ്റും മാത്രമായിരിക്കും വിസിബിൾ ആവുന്നത്. Okay, so for example, be good, be happy, take rest, get up early, go to bed early, sleep well or sleep tight, maintain silence, obey my words, keep quiet, shut up, listen to me. So all these are imperative sentences. അപ്പോൾ ഇതെല്ലാം ഒരു കമാൻഡോ അല്ലെങ്കിൽ ഒരു ഓർഡർ പോലെയൊക്കെ നമുക്ക് തോന്നുന്നതാണ്. പ്ലീസ് മെയിൻറ്റെയിൻ സൈലൻസ് എന്ന് പറയുമ്പോൾ അതൊരു റിക്വസ്റ്റ് ആണ്, അല്ലെങ്കിൽ അതൊരു ചെറിയൊരു വാർണിംഗും കൂടെയായിട്ട് നമുക്ക് എടുക്കാം. Then open the door, close the windows, sit down or stand up, speak out, listen to my words, please obey my words, be careful, please help. So mostly നമ്മുടെ imperative sentences എല്ലാം full സ്റ്റോപ്പിലാണ് എൻഡ് ചെയ്യുന്നത്, ഷോർട്ട് സെന്റൻസസ് ആണ്. ബട്ട് സംടൈംസ് നമുക്ക് എക്സ്ക്ലമേറ്ററി മാർക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതൊരു ഏർജന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ക്ലമേറ്ററി മാർക്ക് യൂസ് ചെയ്യാം. പ്ലീസ് ഹെൽപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ എക്സ്ക്ലമേറ്ററി മാർക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ദറ്റ് ഈസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, അത്രയും ഇമ്പോർട്ടൻ്റ് എന്നാണ് നമുക്ക് അതിൽ നിന്ന് ഏർജന്റ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഈ ഇംപെരേറ്റീവ് സെന്റൻസസിൽ നമുക്ക് സബ്ജക്റ്റ് ഉണ്ടാവില്ല, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ഓക്കെ, സോ നമ്മൾ SVO, SVC, SVOC, OVS പിന്നെ ഇംപെരേറ്റീവ്സുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. സോ പ്രാക്ടീസ് ദീസ് ലെസൺസ്, സ്റ്റാർട്ട് സ്പീക്കിംഗ് ടു യുവർ ഫ്രണ്ട്സ് and your relatives or your family members and colleagues in English. So with this chapter is completed. So any doubts in this chapter? No. Okay, what about others? Did you understand the chapter well? Okay, I hope yes. So we will do one thing. Doubts ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇനിയും 20 minutes ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് ഒന്ന് ജമ്പ് ചെയ്യാം. ഓക്കെ, വി വിൽ ജസ്റ്റ് ഹെഡ് ഓൺ ടു ദ സെക്കൻഡ് ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്ററിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. സെക്കൻഡ് ചാപ്റ്റർ ആക്ച്വലി നമ്മൾ 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പഠിക്കും. ഇന്ന് നമ്മളൊരു പാർട്ട് നോക്കും. ഇൻ ദ നെക്സ്റ്റ് സാറ്റർഡേസ് ക്ലാസ് വി വിൽ ബി ഡിസ്കസിങ് ദ സെക്കൻഡ് ഹാഫ്. ഓക്കെ, അപ്പോൾ ടുഡേ വി വിൽ ബി ഡിസ്കസിങ് ഹാഫ് ദ ചാപ്റ്റർ, ഓൺ നെക്സ്റ്റ് സാറ്റർഡേ ദ സെക്കൻഡ് ഹാഫ്. സോ ലെസൺ 2 എന്ന് പറയുന്നതും സെന്റൻസസ് എന്ന് തന്നെയാണ്. ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിനെ എടുക്കാം. സോ വി ഓൾറെഡി നോ വാട്ട് ആർ സെന്റൻസസ്. എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് പുട്ട് ടുഗെദർ ടു ഗെറ്റ് എ കംപ്ലീറ്റ് മീനിങ് ഇസ് കോൾഡ് എ സെന്റൻസ്. ആൻഡ് വാട്ട് ആർ ദ റൂൾസ് ടു ഫോം എ സെന്റൻസ്, അതും നമുക്കറിയാം. അപ്പൊ നമ്മൾ ഓരോരുത്തർ ഓരോ റൂള് ഒന്ന് ക്വിക്ക് ആയിട്ട് റീഡ് ചെയ്യാം. Okay, I will start with Isha. Each person can read one rule. Okay. Isha, please read the first rule. Ishan Mr. Ishan. Ishan. Okay, Ishan. Boy ആണോ? Okay, fine. ഒന്നും കേൾക്കുന്നില്ല മക്കളെ, നിങ്ങൾ പറയുന്ന ഇപ്പൊ ഈ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണമായിരിക്കാം, ചിലതൊക്കെ ഭയങ്കര ക്ലാരിറ്റി കുറവാണ്. Yes, Ishan, please read it. Sentences always begin with a capital letter. Sentences always begin with a capital letter. Okay, that is the first rule. Good. Yes, Alona, you can read the second rule. കുറച്ച് ഫാസ്റ്റ് ആയിട്ട് റീഡ് ചെയ്യാം കേട്ടോ. Sentences ends with a full stop, question mark or exclamation mark. ഓക്കെ, സെന്റൻസസ് എൻഡ് ചെയ്യുന്നത് ഒന്നിലെ ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഓർ എക്സ്ക്ലമേഷൻ മാർക്കിലാണ്. യെസ്, തേർഡ് റൂൾ. വിൻസി ആന്റണി, ആർ യു ദർ? I don't know your name. A sentence consists of a subject, verb, and object. Such sentences are called SVO sentences. Okay, what is your name? Is it Vinci? Gia Joman. Gia. Okay, Gia. Thank you. So the fourth one, yes, Adila, you can read it. Only 4 rules are there. Fifth one is examples. Okay, Srija, are you there? Yes, ma'am. Yes. Can you please read the fourth rule? Some sentence will have only S and V. Okay. What is your name? Adinath MP. Adinath. Okay. In which class you are studying? 6th.
5th or 6th? 6th. Okay, fine. Thank you. So here you can Ma'am, see. Yes, Adila, you can read the examples. Yeah. Okay, അപ്പൊ നമുക്ക് ഞാൻ examples read ചെയ്യാം. ഞാൻ read ചെയ്ത് തരാം. The girl goes to school. The girl goes to school. It is an SVO sentence. Birds fly എന്നുള്ളത് ഒരു SV sentence ആണ്. Okay, so നമ്മൾ already പറഞ്ഞ പോലെ some sentences will have only S and V എന്ന് പറഞ്ഞാൽ ചില sentencesലും S V മാത്രമേ ഉണ്ടാവുള്ളൂ. ചില sentencesൽ SVO എന്നുണ്ടാവും. So the girl goes to school എന്ന് പറയുന്നത് ഒരു SVO sentence ആണ്. Whereas birds fly അല്ലെങ്കിൽ boys play എന്നൊക്കെ പറയുന്നത് SV സെന്റൻസ് ആണ്. ഓക്കെ, സോ ഇത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സിലായതുകൊണ്ട് നമുക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും നമുക്ക് ആവശ്യമില്ല. വി ഓൾറെഡി നോ ദാറ്റ്. നൗ വി വിൽ ജസ്റ്റ് ഡു ദിസ് ആക്ടിവിറ്റി. യു ഹാവ് ടു റീഅറേഞ്ച് ദ സെന്റൻസസ്. ഇപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഈ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ പാർട്ടായിട്ട് ഈ ജംബിൾഡ് ആയിട്ട് തന്നിരിക്കുന്ന സെന്റൻസസിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ടോട്ടലി 6 സ്റ്റുഡൻസ് ഉണ്ട്. ഓരോരുത്തർ ഓരോ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെയ്യാം. I will start with Adinath. Can you rewrite the first sentence? Yes, ma'am. Hmm. Are they rope? They. Sorry. They They are jumping rope. Very good. They are jumping rope. Very good. അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് നമുക്ക് ആൻസർ കിട്ടി. They are jumping rope. അതായത് നമ്മൾ ഒരു ജംബിൾഡ് ആയിട്ട് തന്നിരിക്കുന്ന സെന്റൻസിനെ നമ്മൾ പ്രോപ്പർ ഓർഡറിലേക്ക് മാറ്റണം. Okay, yes. Next one, Adinath, can you do the second one? അതിമോനെ ഉണ്ടോ? ഗ്രൂപ്പിലുണ്ടോ? അതിനാഥ് ആണോ? ഇപ്പൊ റീഡ് ചെയ്തത് അതിനാഥ് ആണോ? Miss. Sorry. Okay. അപ്പൊ വിൻസി ആന്റണി മോന്റെ ജിയ. Okay, Gia, can you do the second one? This is a blue car. Very good. This is a blue car. Okay. And third one, who can do it? Ishan, can you? Yes, the cat is sleeping. Very good. Okay. Fourth one, Alona, can you try? Fifth one, Adila try cheyu. Alona, fourth one try cheyu. The bird is on the branch. Good. Yes, the bird is on the branch. Last one? ma'am, Yes. Last one. she is reading a book. Very good. She is reading a book. അപ്പൊ ഇതെല്ലാമാണ് നിങ്ങളിപ്പോ പറഞ്ഞത് വേർഡ്സ് പ്രോപ്പർ ഓർഡറിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരെല്ലാമാണ് സെന്റൻസസ്. അല്ലാണ്ട് ഇവിടെ ജംബിൾഡ് ആയിട്ടുള്ള ഓർഡറിൽ തന്ന വേർഡ്സ് ഒന്നും സെന്റൻസസ് അല്ല. Okay, so these are not at all sentences because the words are not in a proper order. They are jumbled. But what you answered are correct sentences. So for example, I am a teacher. She is beautiful. What is your name? Did Ram kill Ravan? Please maintain silence. These are some examples for sentences. അപ്പൊ ഇതിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാകും ചില സെന്റൻസസ് ഫുൾ സ്റ്റോപ്പിലുണ്ട്, ചില സെന്റൻസസ് ക്വസ്റ്റ്യൻ മാർക്കിലുണ്ട്. അപ്പൊ ടോട്ടലി നമ്മൾ പറഞ്ഞു സം സെന്റൻസസ് ഫുൾ സ്റ്റോപ്പിൽ എൻഡ് ചെയ്യും, സം വിൽ എൻഡ് ഇൻ ക്വസ്റ്റ്യൻ മാർക്ക്, സം വിൽ എൻഡ് ഇൻ എക്സ്ക്ലമേറ്ററി മാർക്ക് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ടൈപ്സ് ഓഫ് സെന്റൻസസ് ഉണ്ട്? ബേസ്ഡ് ഓൺ ദ പങ്ക്ച്വേഷൻ സിമ്പിൾസ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എത്ര ടൈപ്സ് ഉണ്ട്? അതാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. Sentences are divided into 4 types. They are assertive sentences, interrogative sentences, imperative sentences, and exclamatory sentences. Last ഒരാളും കൂടെ ഉണ്ട്. We have one more type called positive and negative sentences that we will not study today in the next class. Okay, so let us learn what are assertive sentences, interrogative, imperative, and exclamatory sentences. First, assertive sentences. Assertive sentences assert a statement or a fact. Since these sentences assert or declare a statement or a fact, they are also called declarative sentences. അതായത് ഒരു സ്റ്റേറ്റ്മെന്റോ ഫാക്റ്റോ അസേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുന്ന സെന്റൻസസിനെയാണ് നമ്മൾ ഡിക്ലറേറ്റീവ് സെന്റൻസസ് അല്ലെങ്കിൽ അസേർട്ടീവ് സെന്റൻസസ് എന്ന് വിളിക്കുന്നത്. രണ്ടും ഒരേ ആൾ തന്നെയാണ്. അസേർട്ടീവ് ആൻഡ് ഡിക്ലറേറ്റീവ് ബോത്ത് ആർ സെയിം ടൈപ്പ് ഓൺലി. Okay, so assertive sentences end with a full stop.
അസേർട്ടീവ് സെന്റൻസസ് എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്? ഫുൾ സ്റ്റോപ്പിലാണ്. ഫോർ എക്സാമ്പിൾ, ഐ ആം ആൻ ഇന്ത്യൻ. ഇതൊരു ഫാക്റ്റ് ആണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഫുൾ സ്റ്റോപ്പിൽ എൻഡ് ചെയ്യുന്നു. സോ ഇതൊരു അസേർട്ടീവ് സെന്റൻസ് ആണ്. ഓക്കെ, നൗ ഐ എം ടേക്കിംഗ് യു ടു ദ നെക്സ്റ്റ് ടൈപ്പ്, ഇൻട്രോഗേറ്റീവ് സെന്റൻസസ്. ഇൻട്രോഗേറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മൈൻഡിൽ ക്വസ്റ്റ്യൻ മാർക്കിന്റെ പിക്ചർ വരണം. സോ ഇൻട്രോഗേറ്റീവ് സെന്റൻസസ് ആർ ദോസ് ദാറ്റ് എക്സ്പ്രസ് എ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ SSLC-യിൽ നിങ്ങൾക്ക് ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാനുണ്ട്, ടൈപ്സ് ഓഫ് സെന്റൻസസ് എന്ന് പറഞ്ഞിട്ട് ആക്ടിവിറ്റി ഗ്രാമർ പാർട്ടിൽ പഠിക്കാനുണ്ട്. അപ്പൊ ഇൻട്രോഗേറ്റീവ് സെന്റൻസസ് ക്വസ്റ്റ്യൻസിനെയാണ് മീൻ ചെയ്യുന്നത്. ഇറ്റ് എക്സ്പ്രസസ് ആൻ ഇൻട്രോഗേഷൻ വിത്ത് എ ക്വസ്റ്റ്യൻ മാർക്ക്. ആൻഡ് നമുക്ക് 2 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാം. നമ്മൾ ഒരു ടൈപ്പിന് WH ക്വസ്റ്റ്യൻസ് എന്നും സെക്കൻഡ് ടൈപ്പിന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്നും പറയും. So interrogative sentences begin with a question word or auxiliary verb or helping verbs. So for example, what is your name? This is a WH question. Whereas, do you know French? This is a yes or no question. So yes or no questions nu parnal answers will be either yes or no. And ee questions enganeyana start cheyyunnathu auxiliary verb vechittana. Auxiliary verbs എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു 3 more classes കഴിഞ്ഞാൽ നമ്മൾ പഠിക്കും. ഓക്കെ, സോ ഡു യു നോ ഫ്രഞ്ച്? യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയാം. ഇതിനെയാണ് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ആർ യു റെഡി? ഇസ് ദിസ് യുവർ പെൻ? ഓക്കെ, അങ്ങനത്തെ ഹെൽപ്പിംഗ് വേർബ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസസ്. ഓക്കെ, സോ നൗ ഇൻട്രോഗേറ്റീവ് സെന്റൻസസ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻസ് ആണ്. 2 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, WH ക്വസ്റ്റ്യൻസ് ആൻഡ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്കിപ്പോ ലെഫ്റ്റ് സൈഡിൽ നോക്കാം, കോമൺലി യൂസ്ഡ് ക്വസ്റ്റ്യൻ വേർഡ്സ് ഏതെല്ലാമാണ്? യെസ്, Ishan, can you read the question words? Yes. Yeah, What, where, when, why, who, whose, whom, which, how. very good. What, ആര് അല്ലെങ്കിൽ എന്ത്. സോറി, വാട്ട് എന്ന് പറയുമ്പോൾ എന്ത്, വേർ എന്ന് പറയുമ്പോൾ എവിടെ, വെൻ എപ്പോൾ, വൈ എന്തുകൊണ്ട്, ഹൂ ആര്, ഹൂസ് എന്ന് പറയുമ്പോൾ ആരുടെ, ഹും എന്ന് പറയുമ്പോൾ ആരെ, വിച്ച് എന്ന് പറയുമ്പോൾ ഏത്, ഹൗ എന്ന് പറയുമ്പോൾ എങ്ങനെ. അപ്പൊ ഈ ഹൂ, ഹൂസ്, ഹൂം ഈ 3 വേർഡ്സ് തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുത്. ഹൂ എന്ന് പറഞ്ഞാൽ ആര്, ഹൂ ഇസ് ദാറ്റ്, ഹൂ ഇസ് ദിസ്. ഹൂസ് എന്ന് പറയുമ്പോൾ ആരുടെ, ഹൂസ് ബാഗ് ഈസ് ദിസ്, ഹൂസ് ബുക്ക് ഈസ് ദിസ്, ഇത് ആരുടെ ബുക്കാണ്, ബാഗാണ്. ഹൂം എന്ന് പറഞ്ഞാൽ ആരെ, അതായത് ഹൂം ഡിഡ് യു മീറ്റ് ഇൻ ദ പാർക്ക്, ഈ പാർക്കിൽ ആരെയാണ് മീറ്റ് ചെയ്തത്. ഇവിടെയാണ് നമ്മൾ ഹൂം എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളിപ്പോ പറഞ്ഞു ഈ WH ക്വസ്റ്റ്യൻ വേർഡ്സ് യൂസ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം WH ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞു. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഓക്സിലറി വേർബ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്സിലറി വേർബ്സ് ആർ വേർബ്സ് ദാറ്റ് ഹെൽപ് ദ മെയിൻ വേർബ് ഇൻ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ്. എന്താണ് ഈ ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത് നോക്കാം. ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത് മെയിൻ വേർബിനെ കുറെ പ്ലേസസിൽ ഹെൽപ്പ് ചെയ്യുന്ന വേർബ്സ് ആണ്. അതുകൊണ്ട് തന്നെ ദേ ആർ ഓൾസോ കോൾഡ് ഹെൽപ്പിംഗ് വേർബ്സ്. And there are 27 helping verbs in English. അപ്പോൾ ഞാൻ ആ ലിസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്, ലിസ്റ്റ് ഓഫ് ഹെൽപ്പിംഗ് വേർബ്സ്. യെസ്, can somebody read the list of helping verbs? Jia, can you please read it? Yes, ma'am. Yeah. Am, is, are, was, were, do, does, did, has, have, had, can, could, will, would, shall, should, may, might, must, ought to, used to, need to, dare, be, been, and being. Yes. So these are the 27 auxiliary verbs. Am, is, are, was, were, do, does, did, has, have, had, can, could, will, would, shall, should, may, might, must, ought to, used to, need to, dare, be, been, and being. ഓക്കെ, ഇത് നിങ്ങൾ കുറെ വായിച്ച് നോക്കുമ്പോൾ ഈ ഓർഡർ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊക്കെ ക്ലാസ് എടുത്തെടുത്ത് എനിക്കത് ബൈ ഹാർട്ട് ആയി. സോ ഈ ഹെൽപ്പിംഗ് വേർബ്സിൽ ഏത് വെച്ചിട്ട് വേണമെങ്കിലും എനിക്ക് ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ പറ്റും. അങ്ങനെ ആവുമ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിനെ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയും. ബിക്കോസ് ഹെൽപ്പിംഗ് വേർബ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് അവരെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ഓക്കെ, WH വേർഡ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ WH ക്വസ്റ്റ്യൻസ്. ഓക്കെ, WH പേരിൽ തന്നെ ഉണ്ട്, വാട്ട്, വെൻ, വിച്ച്, വൈ, വേർ, വെൻ, ഇതൊക്കെയാണ്. ഓക്കെ, സോ നൗ
Sentences with question words are on the left side. Sentences with helping verbs are on the right side. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ഹെൽപ്പിംഗ് വേർബ്സ് വെച്ചിട്ടുള്ള സെന്റൻസസ് ഒന്ന് റീഡ് ചെയ്യാം. ഇൻ ടുഡേസ് ക്ലാസ് നമുക്ക് ഇൻട്രോഗേറ്റീവ് സെന്റൻസസ് വിത്ത് ക്വസ്റ്റ്യൻ വേർഡ്സ് റീഡ് ചെയ്യാം. ഓക്കെ, യെസ്, അലോണ, can you read the first 10 questions in the blue box? What is your name? What do you do? Where do you live? Where do you study? When did you came? When is the Come. exam? Why are When did you come? when did you come? When is the exam? Why are you late? Why is you so? Who is this? Who is the Chief Minister of Kerala? വെരി ഗുഡ്. സോ വെൻ ഡിഡ് യു കം, ഡിഡ് വന്നാൽ നമ്മൾ പ്രസന്റ് ടെൻസിലേ ചോദിക്കുള്ളൂ കേട്ടോ. വെൻ ഡിഡ് യു കെയിം എന്ന് പറയില്ല, വെൻ ഡിഡ് യു കം. വെൻ ഡിഡ് യു ഗോ എന്നല്ലേ പറയുള്ളൂ, നമ്മൾ വെൻ ഡിഡ് യു വെന്റ് എന്ന് പറയില്ലല്ലോ, അതുപോലെ കേട്ടോ. സോ ഹു ഇസ് ദിസ്, ഹു ഇസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. റിമൈനിങ് 5 ഞാൻ റീഡ് ചെയ്യാം. ഹൗ ഇസ് ഇറ്റ്, ഹൗ ഇസ് ദ മൂവി, ഹൂസ് ബുക്ക് ഇസ് ദിസ്, ഹൂം ഡിഡ് യു മീറ്റ്, ഹൂം ഡിഡ് ഷീ മാരി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ വേർഡ്സും അത് യൂസ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ഇൻട്രോഗേറ്റീവ് സെന്റൻസസ് നമ്മൾ നോക്കി. ഓക്കെ, ഇനിയിപ്പോ റൈറ്റ് സൈഡിൽ നമുക്ക് ഹെൽപ്പിംഗ് വേർബ്സ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പൊ ഞാൻ ഇത് നിങ്ങൾക്ക് ഇന്ന് വേണ്ട, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതൊന്ന് റീഡ് ചെയ്യാം. ഞാൻ ആ ഓർഡറിലാണ് പോയിരിക്കുന്നത്. ഈസ്, ആം, ആർ, വാസ്, വേർ, ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൽ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ought to, used to, need to, പിന്നെ ഡു, ഡസ്, ഡിഡ് ഉണ്ട്, ഹാസ്, ഹാവ്, ഹാഡ് ഉണ്ട്, പിന്നെ dare, used to, need to, be, been and being. ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് റീഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് തേർഡ് ടൈപ്പ് ഓഫ് സെന്റൻസ് ആയ ഇംപെരേറ്റീവ് സെന്റൻസസിലേക്കാണ്. ഇംപെരേറ്റീവ് സെന്റൻസസ് എക്സ്പ്രസ് സജഷൻസ്, കമാൻഡ്സ്, ഓർഡേഴ്സ്, വാർണിംഗ്സ്, റിക്വസ്റ്റ് ആൻഡ് അഡ്വൈസ്. ഇതിനൊക്കെയാണ് ഇംപെരേറ്റീവ് സെന്റൻസസ് യൂസ് ചെയ്യുന്നത്. ദേ കൺസിസ്റ്റ് ഓഫ് എ വേർബ് ആൻഡ് ഒബ്ജെക്ട്. ഇവിടെ സബ്ജക്ട് ഹിഡൻ ആണ്. ഇംപെരേറ്റീവ് സെന്റൻസസിൽ എന്താണ്, വേർബും ഒബ്ജക്റ്റും ഉണ്ടാവില്ല. സോറി, വേർബും ഒബ്ജക്റ്റും ഉണ്ടാവും, സബ്ജക്റ്റ് ഉണ്ടാവില്ല. യു ആണ് അവിടെ സബ്ജക്റ്റ്, പക്ഷെ അത് ഹിഡൻ ആയിരിക്കും. പിന്നെ ഇംപെരേറ്റീവ് സെന്റൻസസ് ആർ യൂഷ്വലി ഷോർട്ട് ഇൻ ലെങ്ത് വൈസ് ഷോർട്ട് ആണ്. ആൻഡ് ദേ ഓൾസോ എൻഡ് ഇൻ ഫുൾ സ്റ്റോപ്പ്. അസേർട്ടീവ് സെന്റൻസസ് പോലെ തന്നെ ഇംപെരേറ്റീവ് സെന്റൻസസും ഫുൾ സ്റ്റോപ്പിലാണ് എൻഡ് ചെയ്യുന്നത്. യെസ്, ഫോർ എക്സാമ്പിൾ, പ്ലീസ് ഓപ്പൺ ദ ഡോർ, ഒബേ മൈ വേർഡ്സ്. ഇതെല്ലാം എന്താണ്, ഒരു തരം റിക്വസ്റ്റ് ആണ്. പ്ലീസ് ഓപ്പൺ ദ ഡോർ, ഒബേ മൈ വേർഡ്സ്, അതൊരു ഓർഡർ ആണ്, എന്റെ വാക്കുകൾ അനുസരിക്കൂ. ഓക്കെ, ഇതെല്ലാം ഇംപെരേറ്റീവ് സെന്റൻസസ് ആണ്. ഫുൾ സ്റ്റോപ്പിൽ എൻഡ് ചെയ്യും, ഷോർട്ട് ആണ്. പിന്നെ വേർബും ഒബ്ജക്റ്റും മാത്രമേ ഉണ്ടാവുള്ളൂ, സബ്ജക്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, നൗ മൂവിംഗ് ടു ദ ലാസ്റ്റ് ടൈപ്പ്, എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. എക്സ്ക്ലമേറ്ററി സെന്റൻസസ് are commonly used where we express our shock or sudden anxiety or excitement or sudden surprise. So exclamatory sentences end with an exclamation sign. Exclamatory sign ലാണ് end ചെയ്യുന്നത്. And commonly used exclamatory words are wow, yay, hooray, oh, ayyo, oops, alas, eureka, what, how, etc. are used as exclamatory words. Yes. So can somebody read the examples? Yes, ma'am. Yes, Adila. Yay, I scored full marks. Alas, he lost the game. What a thrilling match it was. Okay. So ഈ sentences ഒക്കെ നോക്കൂ. ആ exclamatory word കഴിഞ്ഞിട്ട് ഒരു exclamation mark ഉണ്ട്. പിന്നെ സെന്റൻസിന്റെ എൻഡിലും exclamation mark ഉണ്ട്. Okay. What, how എന്നൊക്കെ പറയുന്നത് question words ആണ്. ബട്ട് നമ്മൾ എക്സ്ക്ലമേഷനിലും യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. ഓക്കെ, ആൻഡ് എക്സ്ക്ലമേറ്ററി വേർഡ്സിനെ നമുക്ക് പോസിറ്റീവ്, നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. നമ്മുടെ ഒരു സഡൻ സർപ്രൈസ്, ഹാപ്പിനെസ്, ജോയ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് ഈ വാവ്, യേ, ഹുറേ ഈ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. യുറീക്ക എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഡിസ്കവർ ചെയ്തു, കണ്ടുപിടിച്ചു, ഒരു ഐഡിയ കണ്ടുപിടിച്ചു, അവിടെ നമുക്ക് യുറീക്ക എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. ഹെയിൽ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഹെയിൽ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ നെഗറ്റീവ് വേർഡ്സ് ആണെങ്കിലോ, നമ്മുടെ ഒരു സോറോ അല്ലെങ്കിൽ ഒരു സഡൻ ഷോക്ക് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് വേർഡ്സ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, അയ്യോ, ഊപ്സ്,
oh, alas, ouch. Okay, ouch എന്നൊക്കെ പറയുമ്പോൾ if something hurts you, something bites you, you can tell ouch, something is hurting me, something is biting me. Okay, ഇത്രയുമാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി വേർഡ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് ഹിയർ we have a lot of sentences. It is a mixture of all the 4 types: assertive, interrogative, and exclamatory. Imperatives ഉണ്ടാവില്ല. ബാക്കിയുള്ള 3 ടൈപ്സിന്റെ ഒരു മിക്സ്ചർ ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇത് നിങ്ങളൊന്ന് ഗോ ത്രൂ ചെയ്യാം. Okay. In the next class, we will learn positive and negative sentences. Okay. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ക്ലാസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെന്റൻസസ് നോക്കുന്നുണ്ടാവും. പിന്നെ ഇന്ററോഗേറ്റീവ് സെന്റൻസസിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും നോക്കുന്നുണ്ടാവും. All right, students. Any doubts in today's class? No. Okay. Did you all understand? Yes. Okay. Okay, fine. All right. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഹെസിറ്റേറ്റ് ചെയ്യാണ്ട് ചോദിക്കുക. ഡൗട്ട്സ് ചോദിച്ചാലേ നമുക്ക് പഠിക്കാൻ പറ്റും. മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട്സ് ഉണ്ടാവും. അത് ഓപ്പൺ ആയിട്ട് നമ്മൾ ചോദിക്കണം. ഹെസിറ്റേറ്റ് ചെയ്തിരിക്കരുത്. ഓക്കെ. ഓക്കെ സ്റ്റുഡൻസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സാറ്റർഡേ മീറ്റ് ചെയ്യാം. ഓക്കെ. സോ വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്.